അസ്സലാമു അലൈക്കും, വെൽക്കം ടു ലജീസ് ഡെലിക്കസീസ്. അപ്പം തന്നെ നമ്മളൊരു ക്യുക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ചിക്കൻ പുലാവാണ് കേട്ടോ. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ: ആദ്യം പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് വലിയ ജീരകം. ആദ്യം ഞാൻ ചിക്കനൊക്കെ നല്ലോണം കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം പട്ട, ഗ്രാമ്പു, വലിയ ജീരകം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചിക്കനിൽ ഇതെല്ലാം നമ്മൾ പേസ്റ്റ് ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. 2 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ പച്ചമുളക് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇടാം കേട്ടോ. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഞാനൊരു 1 hour ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ അരി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 hour. ഇത് സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ 2 സവാള കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മല്ലി, പുതിന മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ 2 സ്പൂണ് ഗീയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫും 2 പട്ട ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രൗൺ ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ. അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ചിക്കന് മാരിനേഷന് ഇതിൽ ഇട്ട് കൊടുക്കുക. നല്ലോണം തിളപ്പിക്കുക, ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആ ചിക്കൻ കുക്കാവുന്നവരെ. അതിന് ശേഷം നമ്മൾ 1 കപ്പിന് ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചുടുവെള്ളമാണ്. ആവശ്യത്തിന് ഉപ്പിടുക. എനിക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി നമ്മൾ ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊന്നുമില്ല, അതുകൊണ്ട് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ അരിയൊക്കെ ഒന്ന് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ ഞാൻ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് ദമ്മ് വെക്കുന്നുണ്ട്. അപ്പോൾ ദമ്മ് വെച്ച് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല ഇങ്ങനെ നമുക്ക് റൈസ് ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണേ.